എൻ്റെ പേര് ലളിത, എൻ്റെ വീട് മുഹമ്മ. ഈ കഴിഞ്ഞ ഒരു 6 മാസമായി എനിക്ക് കണ്ണിന് കാഴ്ചയില്ലാതെയായിട്ട്, കണ്ണിന് മൂടലാണ് എനിക്ക്. വീട്ടിൽ രാത്രി കിടന്നുറങ്ങാൻ വയ്യ. രാത്രി കിടന്ന് ഒരു മണിയാകുമ്പോൾ തൊട്ട് തുടങ്ങും എൻ്റെ കണ്ണിനകത്ത് വേദന. എനിക്ക് ഉറങ്ങാൻ പറ്റാതെ എഴുന്നേറ്റിരുന്ന് കരച്ചിൽ മാത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സഹോദരി എനിക്ക് പത്രം തരാനിടയായി. അപ്പോൾ ആ സഹോദരി എന്നോട് പറഞ്ഞ് ജപമാല റാലിയിൽ വരുന്നുണ്ടാന്ന് ചോദിച്ച്. ഞാൻ പോകാം എന്നും പറഞ്ഞ് ഇവിടെ വന്നപ്പോൾ ജപമാല റാലി നീങ്ങി. ആ റാലിയുടെ കൂടെ ഞങ്ങളും പോയി. കുറേ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പം എൻ്റെ കാലെനിക്ക് നടക്കാൻ വയ്യാതെയായി. ആ കാല് പൊട്ടി രക്തം കാലേ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുക. ചെരുപ്പിടാൻ വയ്യ. എടുത്ത് കിറ്റിനകത്ത് വെച്ചിട്ട് ഞാൻ നടന്ന് ഞാൻ പള്ളിയിൽ ചെന്ന് എനിക്ക് ഇരിക്കണപ്പോൾ എന്നോട് എൻ്റെ കൂടെ ഇരിക്കുന്നവർ പറയുന്നത് ഇത് എന്നതാണ് ഈ കാലേ കൂടെ ഒഴുകുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് വേദന ഒന്നുമില്ല. അവിടെ ഇരുന്ന് ആ കാപ്പിയും കുടിച്ച് ഞാൻ വീട്ടിൽ വന്ന് അന്ന് സുഖമായിട്ട് ഞാൻ കിടന്നുറങ്ങി. എനിക്ക് കണ്ണിന് ഒരു കുഴപ്പമില്ല. എൻ്റെ കണ്ണിന് കാഴ്ച തന്നു. അത് കഴിഞ്ഞ് എൻ്റെ വായുടകത്ത് ഒരു 8-9 വർഷമായി എൻ്റെ 2 വശയും തരിതരി പോലെ ഊളച്ച്. എനിക്ക് ഷുഗറില്ല, കൊളസ്ട്രോളില്ല, പ്രഷറില്ല. ഇതെല്ലാം പോയി ചെക്ക് ചെയ്തിട്ട് ഒരു രോഗവുമില്ല. പക്ഷേ എനിക്ക് വായുടകത്ത് ഒരു തുള്ളി തുപ്പലെന്ന് പറഞ്ഞ സാധനം വായുടകത്തില്ല. ഞാൻ ഇവിടെ വന്ന എണ്ണ കൊണ്ടുപോയി വായുടകം മൊത്തം തേച്ച് ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ മാതാവേ ഇവിടുന്ന് ഒരു രൂപ മാതാവിൻ്റെ കൊണ്ടുപോയി ഞാൻ പറഞ്ഞ് എനിക്ക് രോഗം മാറ്റിത്താ, ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോട്ടെ, എനിക്കിനി ജീവിക്കണ്ട. കിടന്നുറങ്ങാൻ എനിക്ക് രാത്രി പറ്റാത്ത അവസ്ഥകൾ ഇതെന്താണ്? എനിക്ക് ഒരു 1-1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ വായുടകത്ത് നിറച്ച് വെള്ളവും എൻ്റെ രോഗാവസ്ഥകൾ മാറി. ഇപ്പം എൻ്റെ വായുടെ 2 കവിളിലും ഒന്നുമില്ല. മൂന്നാമത്തത് എൻ്റെ പേരക്കുട്ടി 2.5 വയസ്സുള്ള മാളവിക എന്നാണ് പേര്. ആ കുട്ടിക്ക് 1.5 മാസമായി ചുമ തുടങ്ങിയിട്ട് നിൽക്കുന്നില്ല. ഒരു നിമിഷം വായി എന്ന് പറയുന്ന കുഞ്ഞു കൂട്ടത്തില്ല. കൊണ്ടുപോയി കാണിക്കാത്ത ഒരു ഡോക്ടറും ഇല്ല. അവസാനം ഈ കുഞ്ഞിങ്ങനെ ചുമച്ച് തളർന്ന് പെനിസലി പോലിരിക്കുന്നതാണ് എൻ്റെ പേരക്കുട്ടി. ആ കുട്ടീനെ തോളിലെടുത്ത് നിന്നുകൊണ്ട് മാതാവിനെ വിളിച്ച് മാതാവേ എങ്ങോട്ടാണ് പോകേണ്ടത്, ഏത് വഴിയാണ് ഞങ്ങൾക്കുള്ളത് എന്നും പറഞ്ഞ് കരഞ്ഞ്. ആ കുട്ടിയുടെ ചുമ നിസാര നിമിഷം കൊണ്ടത് മാറി. ഇപ്പം എൻ്റെ കുഞ്ഞ് എഴുന്നേറ്റ് കിടന്ന് കളിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യണ്. ഇതിനൊക്കെ നന്ദി. നാലാമത്തത് 2007 എൻ്റെ മകൻ ഒരു എയ്സ് വാഹനം മേടിച്ച് ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം എൻ്റെ മകൻ വേറെ വാഹനം ഓടിക്കുകയാണ്. ആ വണ്ടി വീട്ടിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി. ആ വണ്ടി അങ്ങനെ കിടന്ന് ഇതൊന്ന് വിൽപ്പന നടത്തി ഞങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് കിട്ടണം എന്നും പറഞ്ഞിരുന്ന് ഈ കൊണ്ടുപോയ എണ്ണ, അതാണ് മക്കളെ ഞാൻ പറയുന്നത്, നിങ്ങൾ വിശ്വാസത്തോട് വിളി. ഒരു മക്കൾക്ക് പോലും ഇവിടുന്ന് വെറും കൈയോടെ പോകേണ്ടി വരികയല്ല. എനിക്ക് 6-7 കാര്യങ്ങൾ ഇപ്പോൾ സാധിച്ചിരിക്കണ്. ഇവിടുത്തെ എണ്ണ എടുത്തുകൊണ്ട് പോയി ആ വണ്ടിയുടെ മുൻവശം കുരിശ് വരച്ച് 10 വിശ്വാസ പ്രമാണം ചുറ്റിലും നടന്ന് ഞാൻ ചൊല്ലി. 7ൻ്റെ നാൾ വന്ന് ആ വണ്ടിക്ക് എടുക്കാൻ. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അത് കഴിഞ്ഞ എൻ്റെ സഹോദരൻ എന്നോട് ഇപ്പം ഇവിടുന്ന് പറഞ്ഞു വിട്ടു, ബ്രദർ ഇതൊന്നും ബാക്കി പറയണ്ട, 4 സാക്ഷ്യം പറഞ്ഞാൽ മതിയെന്ന്. 4 അല്ല 10-12 കാര്യങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് മാതാവും തിരുക്കുമാരനും സാധിച്ചു തന്നു. 4ാമത്തെ എൻ്റെ സഹോദരന് ഇയർ വാൽസ് തെറ്റി ഛർദിലും തലകറക്കും. ഛർദിൽ കേട്ട് നമ്മൾ ഓടിക്കളയും, ആരും നിൽക്കുകയല്ല. 2 ഓപ്പറേഷൻ മെഡിക്കൽ റെസ്റ്റിൽ ചെയ്ത് തന്നെ എൻ്റെ സഹോദരന് ചെവിക്ക്. എന്നിട്ടും ഈ കഴിഞ്ഞ മാസം വരെ എൻ്റെ സഹോദരൻ ഛർദിൽ ഞാനെടുത്ത് ഓടിക്കളയും പേടി കൊണ്ട്. ഞാൻ ഈ കൃപാസനത്തിൽ ഇവിടെ വന്നിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു എൻ്റെ മാതാവേ എൻ്റെ സഹോദരൻ ഈ രോഗം മാറുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തി പറഞ്ഞേക്കാം. എൻ്റെ സഹോദരൻ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞ് എനിക്ക് ആ രോഗം മാറിയെന്ന്. അതും ഒന്നുകൂടെ ഉണ്ട്. ഇതൊന്നും പറയരുതെന്ന് എന്നോട് പറഞ്ഞു വിട്ട്, സമയപരിധി മൂലം എന്നോട് പറയണ്ടെന്ന് പറഞ്ഞ്. എങ്കിലും ഞാൻ എൻ്റെ അടുത്തൊരു സഹോദരന് കാലെ നീരിറങ്ങി നടക്കാൻ വയ്യാതെ ഇരിക്കുന്ന ഒരു സഹോദരന് വേണ്ടി, ആ സഹോദരൻ ഞങ്ങളുടെ ജാതിയല്ല, കൊങ്ങിണി സമുദായമാണ്. ആ വീട്ടിൽ ചെന്ന് ആ സഹോദരനോട് ഞാൻ ചോദിച്ച് വിശ്വാസമുണ്ടാ, മാതാവിലും യേശുവിലും വിശ്വാസമുണ്ടാ? ഉണ്ട്. ഈ എണ്ണ ഒരെണ്ണം കുപ്പിയിലെടുത്ത് കൊണ്ടുപോയി ഞാൻ കൊടുത്ത് കുരിശ് വരച്ച് ഞാൻ പറഞ്ഞ് ഞാനല്ല ഈ തടകണത്, മാതാവാണ് തടകണത് എന്നും പറഞ്ഞ് ഈ കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിക്കുകയും ആ മകന് സൗഖ്യം കിട്ടി. എന്നോട് പറഞ്ഞ് എനിക്ക് കുറഞ്ഞ് എന്ന് പറഞ്ഞ്. അപ്പോൾ അനേകായിരം അത് ഒരുപാട് സൗഖ്യം എനിക്ക് കാര്യങ്ങളൊക്കെ സാധിച്ചു തന്നു. എൻ്റെ മോക്കൊരു 6 സെൻറ്റ് സ്ഥലം എഴുതി കൊടുത്ത്. ഇപ്പം പറയാതിരിക്കാൻ പറ്റില്ല, ചെറിയ കാര്യം ചെയ്താലും പറഞ്ഞില്ല എങ്കിൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഭയങ്കര ഉള്ളിലൊരു വിഷമാണ്. അതുകൊണ്ട് പറയുകയാണ്,
ആ 6 സെൻറ്റ് സ്ഥലം എഴുതി കൊടുത്തെടുത്തായിരുന്നു ഞങ്ങളുടെ ബാത്റൂം നിന്നത്. ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കും, എൻ്റെ മാതാവേ ആ നിൽക്കുന്ന ബാത്റൂം പൊളിച്ച് കളയണം, ഞങ്ങൾക്ക് ഇത് കെട്ടാൻ ഒന്നും കയ്യിൽ കാശില്ല. പക്ഷേ 90,000 രൂപ ഞങ്ങൾക്ക് തന്ന് തമ്പുരാൻ ആ കാര്യങ്ങളെല്ലാം ആ നിന്നതിനേലി ഒന്നാന്തരമാക്കി തന്നു. അതുപോലെ കിണർ അവർക്ക് ആ സ്ഥലത്തായിരുന്നു, അത് പൊളിച്ചു മാറ്റണം, അതെല്ലാം സാധിച്ച്. അപ്പം ഇതിനൊന്നിനും കുറവില്ലാത്ത ദൈവത്തിനാണ് നമ്മൾ വിളിക്കുന്നത്. വിജാതീയരായാലും ആരാണെങ്കിലും മാതാവെന്ന് വിളിച്ച ഉടനെ സൗഖ്യം തരും. അതുകൊണ്ട് എല്ലാവരും മനസ്സറിഞ്ഞ് കണ്ണുനീരോടെ വിളി. എനിക്ക് കിട്ടിയതിൻ്റെ 10 ഇരട്ടി നിങ്ങൾക്ക് കിട്ടും. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.